കാശിയെ കാത്ത് ലൈബ്രറിയിൽ ഇരിക്കുകയാണ് ജെസ്സി. ജോയലിനും ജിബിനും ക്ലാരയ്ക്കും ഒപ്പം കൃഷ്ണയെ പറഞ്ഞു വിട്ടിട്ട് ആരും അറിയാതെ മുങ്ങിയതാണ് കക്ഷി. ലൈബ്രറിയുടെ അധികം ആരുടെയും ശ്രദ്ധ പതിയാത്ത ഒരു കോർണറിലായി അവൾ ഇരിപ്പുറപ്പിച്ചു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കാശി അവളെ തേടി അവിടെ എത്തി. വാതിലും കടന്ന് ഒരു പുഞ്ചിരിയോടെ തനിക്കരികിലേക്ക് വരുന്ന കാശിയെ അവൾ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി. അവന്റെ വിരിഞ്ഞ നെഞ്ചും അതിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന രുദ്രാക്ഷത്തിന്റെ സ്വർണ്ണ ചെയിനും ആരെയും മയക്കുന്ന ചിരിയും ആ ഹേസൽ മിഴികളും അവൾ മതിമറന്ന് നോക്കിയിരുന്നു പോയി. കഴിഞ്ഞോ? മുന്നിൽ വന്നു നിന്ന് മാറിൽ കൈകൾ കെട്ടിക്കൊണ്ട് കാശി ചോദിച്ചപ്പോഴാണ് ജെസ്സി സ്വപ്നലോകത്ത് നിന്ന് ഉണർന്നത്. എന്ത്? അവൾ ഒന്നും അറിയാത്തതുപോലെ നിഷ്കുഭാവത്തിൽ ചോദിച്ചു. എന്റെ ചോര ഊറ്റി കഴിഞ്ഞോന്ന്? കാശി അവളെ നോക്കി ചുണ്ടിലൊരുപ്പിച്ച ചിരിയോടെ ചോദിച്ചു. ഓ പിന്നെ, കണ്ടേച്ചാലും മതി. ചോര ഊറ്റാൻ പറ്റിയൊരു ചാതനം. ജെസ്സി ചുണ്ടുകൂട്ടി. ശരി, നിനക്ക് വേണമെങ്കിൽ വേണ്ട. ഞാൻ എന്നെ മാത്രം സ്വപ്നം കണ്ട് കിടക്കുന്ന വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ അടുത്ത് പൊയ്ക്കോളാം. കാശി അവളെ ചൂട് പിടിപ്പിക്കാൻ തമാശ പോലെ പറഞ്ഞു. ആ പൊയ്ക്കോ, എനിക്കെന്താ, ഞാനും പോകും എനിക്കിഷ്ടമുള്ളവൻ്റെ കൂടെ. ജെസ്സിയുടെ മറുപടി കേട്ടതും കാശിക്ക് ശരിക്കും ദേഷ്യം വന്നു. അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. നീ പോകുമോ? കണ്ണു വലിച്ചു തുറന്നുകൊണ്ട് കാശി ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ആ പോകും. അവൾ അത് പറഞ്ഞതും അവളെ ഒന്നുകൂടി നോക്കി കാശി വെട്ടിത്തിരിഞ്ഞു നടന്നു. അവൻ പോയ പോലെ തിരിച്ചു വരുമെന്ന് കരുതി ജെസ്സി കുറച്ചു നേരം അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷേ അവനൊന്ന് തിരിഞ്ഞുപോലും നോക്കാതെ പോകുന്നത് കണ്ടപ്പോൾ അവൾക്ക് പന്തികേട് മണത്തു. കുഴപ്പമായെന്ന് മനസ്സിലായതും അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവന് പുറകെ ഓടി. അപ്പോഴേക്കും കാശി ഡോറിനടുത്തെത്താറായിരുന്നു. നിൽക്ക്, പോകല്ലേ. കാശിക്ക് പുറകെ ഓടിക്കൊണ്ട് ജെസ്സി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും തിരിഞ്ഞു നോക്കാതെ പോകുന്നവനെ കണ്ട് ജെസ്സി അവനേക്കാൾ വേഗത്തിൽ ഓടിച്ചെന്ന് അവൻ്റെ മുന്നിൽ നിന്ന് കിതച്ചു. എന്തൊരു പോക്കാ മനുഷ്യ നിങ്ങൾ പോകുന്നത്? ഒന്ന് പതിയെ നടന്നൂടെ? മുമ്പിന്ന് മാറടി. കാശി ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് ജെസ്സിയോട് പറഞ്ഞു. മാറില്ല. ഞാനൊരു തമാശ പറഞ്ഞതിനാണോ ഇങ്ങനെ പിണങ്ങി പോകുന്നത്? ജെസ്സി കിതച്ചുകൊണ്ട് ചോദിച്ചു. കാശി ചുറ്റുമൊന്ന് നോക്കി. ലൈബ്രറിക്കുള്ളിൽ അധികം ആരുമില്ല. അവിടെ ഇവിടെയായി കുറച്ചു പേരുണ്ട്. എല്ലാവരും ബുക്കിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും അവൻ ജെസ്സിയെ അരയിലൂടെ കൈ ചുറ്റി പൊക്കിയെടുത്ത് ഡോറിന്റെ ബാക്കിലേക്ക് ചേർത്ത് നിർത്തി. തമാശയ്ക്ക് പോലും ഇനി മേലിൽ പറയരുത്. പറഞ്ഞാൽ നീ എൻ്റെയാ, എൻ്റെ മാത്രം. മനസ്സിലായോ? കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. എൻ്റെ ഈശോയെ, ഈ മനുഷ്യൻ ഇത്രയ്ക്ക് കലിപ്പനായിരുന്നോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഫുൾ ടൈം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ലോല ഹൃദയനാകുമെന്ന്. എൻ്റെ എല്ലാ പ്രതീക്ഷയും തീർന്നു. ജെസ്സി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാശിയുടെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് നോക്കി ഉമിനീർ ഇറക്കിപ്പോയി. മനസ്സിലായോടി? തൻ്റെ ചോദ്യത്തിന് മറുപടി തരാതെ ജെസ്സി നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ കാശിയുടെ ദേഷ്യം ഇരട്ടിച്ചു. മനസ്സിലായി. ജെസ്സി അറിയാതെ തന്നെ പറഞ്ഞുപോയി. മൂളിക്കൊണ്ട് അവൻ അവളെ താഴെ നിർത്തി. ജെസ്സി പേടി കൊണ്ട് തല താഴ്ത്തി നിന്നു. ജെസ്സി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കാശി അവളെ വിളിച്ചു. ഒന്നും മൂളാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നിനക്ക് തീരുമാനിക്കാം എനിക്കൊപ്പം ജീവിക്കണോ വേണ്ടയോ എന്ന്. പക്ഷേ നീ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞു വെച്ചോ. ഈ കാശിനാഥൻ്റെ ജീവിതത്തിൽ ഈ ജന്മം ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നതും. പിന്നെ എന്തും നിനക്ക് തീരുമാനിക്കാം. കാശി പറയുന്നതൊന്നും മനസ്സിലാകാതെ ജെസ്സി അവനെ സംശയത്തോടെ നോക്കി. അവൻ അവളുടെ കൈയും പിടിച്ച് നേരത്തെ അവളിരുന്ന അതേ സ്ഥലത്തേക്ക് പോയി. അവളെ അവിടുള്ള ചെയറിലിരുത്തി എതിർവശത്തെ ചെയറിൽ അവനും ഇരുന്നു. ഞാൻ പറയാൻ പോകുന്നത് ക്ഷമയോടെ കേൾക്കണം. പറഞ്ഞു തീരുന്നത് വരെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. കാശി മുൻകൂട്ടി അവളോട് ഓരോന്നായി പറഞ്ഞേൽപ്പിച്ചു. അവൻ്റെ സംസാരത്തിൽ നിന്ന് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവന് പറയാനുള്ള കാര്യത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ജെസ്സി ഊഹിച്ചു. ജെസ്സി, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? കാശിയുടെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ജോബിച്ചായൻ്റെ ഫ്രണ്ട്, എൻ്റെ കിച്ചുവിൻ്റെ ഏട്ടൻ. ഒട്ടും ആലോചിക്കാതെ തന്നെ ജെസ്സി മറുപടി കൊടുത്തു. അതുമാത്രമേ നിനക്കറിയൂ എന്നെപ്പറ്റി? എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ കുടുംബം, ഇതൊന്നും നിനക്ക് അറിയണ്ടേ? കാശി ചോദ്യരൂപേണ ചോദിച്ചു. വേണ്ട, ഇതൊക്കെ തന്നെ ധാരാളം മതി. പിന്നെ അച്ഛനെ എനിക്ക് അറിയാമല്ലോ, രാവിലെ കണ്ടതല്ലേ. വേറൊന്നും നിനക്ക് അറിയണ്ടേ? എൻ്റെ അമ്മ, കുടുംബമൊന്നും? കാശി വീണ്ടും ചോദിച്ചു. നിർബന്ധമാണെങ്കിൽ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. ജെസ്സി ആവേശത്തോടെ പറഞ്ഞു. അധികം ആവേശം വേണ്ട ജെസ്സി. എന്നെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ ഈ ആവേശം നിന്നിൽ ഉണ്ടാവില്ല. കാശി മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു. ജെസ്സിയുടെ ആവേശവും അതോടെ നിന്നു. നാഥ്, എന്താണെങ്കിലും പറയേ, എന്താ നിനക്ക് പറയാനുള്ളത്? ജെസ്സി ഗൗരവത്തോടെ ചോദിച്ചു. നിനക്ക് എന്നെപ്പറ്റി അറിയില്ലായിരിക്കും, പക്ഷേ എൻ്റെ തറവാട് അറിയും, അവിടുത്തെ കാരണവരെയും അറിയും. ആരെ?
നീ എന്താ പറഞ്ഞു വരുന്നത്? ആരാ നീ? ജെസ്സിയുടെ കണ്ണുകൾ കൂർത്തു. മാണിക്കശ്ശേരി ചന്ദ്രശേഖരവർമ്മയുടെ കൊച്ചുമകൻ, മാണിക്കശ്ശേരിയിൽ കാശിനാഥ്. ഇന്ന് നീ കണ്ടത് മാണിക്കശ്ശേരിയിൽ ചന്ദ്രചൂഡൻ, എൻ്റെ അച്ഛൻ. പിന്നെ നിന്റെ കൂട്ടുകാരി, എൻ്റെ അനിയത്തി, മാണിക്കശ്ശേരിയിലെ കൊച്ചു തമ്പുരാട്ടി കൃഷ്ണ പല്ലവി. കാശിയിൽ നിന്നും കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നുപോയി ജെസ്സി. താൻ കേട്ടതൊന്നും സത്യമാകല്ലേ എന്ന് അവൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. നാഥ്, നീ നീ എന്തൊക്കെയായി പറയുന്നത്? മാണിക്കശ്ശേരി? നീ മാണിക്കശ്ശേരിയിലെ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ജെസ്സി അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനെ അവൾക്കടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. ജെസ്സി, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ സ്നേഹിക്കുന്നവൾ എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ നിന്നോട് പറഞ്ഞത്. ജോബിനോ ജോയലോ അറിഞ്ഞാൽ എന്നെ അവർ കൂടെ കൂട്ടില്ല, ശത്രുവായി കാണും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചത്. പക്ഷേ നിന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല എനിക്ക്. എല്ലാം അറിഞ്ഞുകൊണ്ട് വേണം നീ എന്നെ സ്നേഹിക്കാൻ എന്നൊരു കുഞ്ഞു വാശി. ഇനി എന്ത് നിനക്ക് തീരുമാനിക്കാം. നിന്റെ ഇച്ഛായന്മാരെ അറിയിക്കാനാണെങ്കിൽ അങ്ങനെ. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ. കാശിയുടെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞു. ജെസ്സിയുടെ കൈകൾ അവനിൽ നിന്ന് അയഞ്ഞു. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു നിന്നു. കാശിക്ക് തൻ്റെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി. കഴിഞ്ഞു, എല്ലാം ഇവിടെ കഴിഞ്ഞു. തൻ്റെ പ്രണയം എന്നേക്കുമായി തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. സത്യങ്ങൾ എല്ലാവരും അറിയാൻ പോകുന്നു. ജോബിനും ജോയലും എന്നെ വെറുക്കും. എൻ്റെ കിച്ചുവിനെ വെറുക്കും. ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയിരുന്നെങ്കിലെന്ന് കാശി ആഗ്രഹിച്ചു പോയി. ജെസ്സിയുടെ നാവിൽ നിന്ന് തന്നെ വെറുക്കുന്നു എന്ന് കേൾക്കാൻ കൂടിയുള്ള ശക്തിയില്ലാത്തത് കൊണ്ട് കാശി അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാറായിരുന്നു. 2 ചുവട് മുന്നിലേക്ക് വച്ചപ്പോഴായിരുന്നു കാശിയുടെ കയ്യിൽ ഒരു പിടി വീണു. ആ കരങ്ങളുടെ തണുപ്പ് കയ്യിൽ അറിഞ്ഞതും കാശി ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഞാൻ സ്നേഹിച്ചത് മാണിക്കശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ കാശിനാഥനെ അല്ല, എൻ്റെ കിച്ചുവിൻ്റെ ഏട്ടയാ. എനിക്ക് ആ കാശിയെ മതി, എൻ്റെ നാഥനെ മാത്രം. ജെസ്സി, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ കാശി ഞെട്ടലോടെ വിളിച്ചുപോയി. സത്യമാണ് നാഥ്, എനിക്ക് വേണം നിങ്ങളെ, എൻ്റെ മാത്രമായി. പിന്നെ എൻ്റെ കിച്ചു, അവളില്ലാതെ ഈ ജെസ്സി ഇല്ല. ആത്മാവില്ലാതെ എന്ത് ശരീരം? ജെസ്സി ഒന്ന് പുഞ്ചിരിച്ചു. കാശി അത്ഭുതത്തോടെ അവളെ നോക്കി. ശരിയാണ്, പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളെ ആയുള്ളൂ എങ്കിലും ഒരാത്മാവും 2 ശരീരവുമാണ് കിച്ചുവും ജെസ്സിയും. അവൻ്റെ മനസ്സ് നിറഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അവളെ ആഞ്ഞു പുണർന്നു. ജെസ്സി അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ മുഖം ചേർത്ത് വെച്ചു. കുറച്ചു സമയം അവർ അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കാശി അവളിൽ നിന്ന് വിട്ടുമാറി. എന്താ നാഥ്, എന്തു പറ്റി? ജെസ്സി സംശയത്തോടെ ചോദിച്ചു. അത് നിന്റെ വല്യപ്പച്ചൻ അംഗീകരിക്കുമോ എന്നെ നിന്റെ ഭാര്യനായി? സമ്മതിക്കുന്നത് എൻ്റെ വല്യപ്പച്ചനെ നിനക്ക് അറിയാത്തത് കൊണ്ടാ. മാണിക്കശ്ശേരിയിലെ കാരണവന്മാരുമായി ശത്രുത ഉണ്ടെന്ന് പറയുമെങ്കിലും നിങ്ങൾക്കെതിരായി ഒന്നും വല്യപ്പച്ചൻ ഇന്നോളം ചെയ്ത അറിവ് എനിക്കില്ല. പിന്നെ പൊതുവെ വല്യപ്പച്ചൻ ശത്രുപക്ഷത്ത് ചേർന്നിരിക്കുന്നവരെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ശത്രുക്കളാണ്. അങ്ങനെ മാണിക്കശ്ശേരിയും അതിൽപ്പെട്ടു. പക്ഷേ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. വല്യപ്പച്ചന് നിങ്ങളുടെ മുത്തശ്ശനോട് വല്ലാത്തൊരു ബഹുമാനമാണ്, വിശ്വാസമാണ്. പക്ഷേ ശത്രുവുമാണ്. അറിയില്ല അതെന്താ അങ്ങനെയെന്ന്. ജെസ്സി ഒന്ന് നെടുവീർപ്പിട്ടു. ഞങ്ങൾക്കും മുത്തശ്ശനും അതുപോലെ തന്നെ കുരിശങ്കൽ സേവ്യറിനോട് വല്ലാത്തൊരു ബഹുമാനമാണ്. കാശിയും അവൻ്റെ സംശയവും പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, അപ്പോൾ എങ്ങനെയാ, തുടങ്ങുമല്ലേ? ജെസ്സി അവനരികിലേക്ക് ഒന്നുകൂടി അടുത്തുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. എന്ത് അംഗം? നമ്മൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ അംഗം. അതും പറഞ്ഞുകൊണ്ട് ജെസ്സി അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് അവനെ അവളിലേക്ക് അടുപ്പിച്ചു. പിന്നെ ഒന്ന് ചുറ്റും നോക്കി. ആരും കാണില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. കാശി ഞെട്ടി കണ്ണ് തള്ളി നിന്നുപോയി. ഇത് വെറും സാമ്പിൾ, ശരിക്കുള്ളത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. അവൻ്റെ മേലുള്ള പിടിവിട്ട് അവൻ്റെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൾ മാറി നിന്നു. അപ്പോഴാണ് അവർ നിൽക്കുന്നതിൻ്റെ പുറകിലെ ഷെൽഫിൽ നിന്നും എന്തൊക്കെയോ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. കാശിയും ജെസ്സിയും അതെന്താണെന്ന് അറിയാൻ അടുക്കി വെച്ചിരിക്കുന്ന ബുക്കുകൾ വകഞ്ഞു മാറ്റി അതിനുള്ളിലൂടെ അങ്ങോട്ടേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ചയിൽ ജെസ്സിയുടെയും കാശിയുടെയും എല്ലാ കിളികളും പോയി. അവർ കണ്ണു മിഴിച്ച് അങ്ങോട്ട് തന്നെ നോക്കി നിന്നുപോയി. എൻ്റെ ഈശോയെ, ഞാൻ എന്നതായി കാണുന്നേ? ജെസ്സി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോഴേക്കും കാശി വേഗം അവളുടെ കണ്ണ് അവൻ്റെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. മഹാദേവ, എൻ്റെ തറവാടിൻ്റെ അന്തസ്സ്! കാശി അറിയാതെ പറഞ്ഞുപോയി. തേങ്ങാക്കൊല, കൈ എടുക്ക് മനുഷ്യ, ഞാനൊന്ന് കണ്ടോട്ടെ. ജെസ്സി അവൻ്റെ കൈ തട്ടി മാറ്റി വീണ്ടും അങ്ങോട്ടേക്ക് നോക്കാൻ തുടങ്ങി. കൃഷ്ണയുടെ ചുണ്ടുകളെ ആഞ്ഞു ചുംബിക്കുന്ന ജോയൽ. അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിഴകൾ കോർത്തു വലിക്കുന്നുണ്ട്. കൃഷ്ണയെ ജോയൽ ഷെൽഫിനോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കൈമുട്ട് തട്ടി ഷെൽഫിലുള്ള ബുക്കുകൾ മറിഞ്ഞു വീഴുന്നുണ്ട്. കാശിയുടെയും ജെസ്സിയുടെയും കിളികളെല്ലാം ഏകദേശം പോയി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും കൃഷ്ണയുടെ കീഴ്ചുണ്ടിനെ വലിച്ചുകൊണ്ട് കണ്ണു തുറന്നു നോക്കിയ ജോയൽ കാണുന്നത്
അവരെ നോക്കി കണ്ണു തള്ളി നിൽക്കുന്ന കാശിയെയും ജെസ്സിയെയുമാണ്. ജോയൽ ഞെട്ടി കൃഷ്ണയുടെ മേലുള്ള പിടിവിട്ട് അവളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് കിതച്ചു. അപ്പോഴാണ് കൃഷ്ണയും സ്വബോധത്തിലേക്ക് വരുന്നത്. അവൾ കിതച്ചുകൊണ്ട് ജോയലിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തെ പരിഭ്രമം കണ്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി. പിന്നെ കണ്ണുകൾ പോകുന്നിടത്തേക്കും. അങ്ങോട്ട് നോക്കിയ കൃഷ്ണ ശരിക്കും ഞെട്ടി. ഷെൽഫിനിടയിലൂടെ അവരെ നോക്കി നിൽക്കുന്ന കാശിയും ജെസ്സിയും. അവരുടെ നിൽപ്പ് കണ്ട് കാശിയും ജെസ്സിയും മുന്നിലേക്ക് വന്നു നിന്നു. തെറ്റ് ചെയ്ത കുട്ടികളെപ്പോലെ ജോയലും കൃഷ്ണയും വേഗം തല താഴ്ത്തി പിടിച്ചു. എന്തായിരുന്നു ഇവിടെ? കാശിയുടെ ഗൗരവമേറിയ ശബ്ദം കാതിൽ പതിച്ചതും ജോയൽ രണ്ട് കണ്ണുകളും മുറുകെ അടച്ചു കളഞ്ഞു. കാശിയോട് എന്തു പറയണമെന്നറിയാതെ അവൻ വിയർത്തു. ചോദിച്ചത് കേട്ടില്ലേ, എന്തായിരുന്നു ഇവിടെയെന്ന്? കാശിയുടെ അലർച്ച കേട്ട് തൊട്ടടുത്ത് നിന്ന് ജെസ്സി പോലും ഞെട്ടിപ്പോയി. അവൾ കാശിയെ നോക്കി പേടിയോടെ ഉമിനീരിറക്കി. കൃഷ്ണയുടെ തല ഇപ്പോഴും താഴ്ന്നു തന്നെയാണ്. ജോയൽ പതിയെ തലയുയർത്തി കാശിയെ നോക്കി. അവൻ ഗൗരവത്തിൽ തന്നെയാണ്. കാശി, അത് എനിക്ക് നിർത്ത്. ജോയൽ വിക്കിക്കൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചപ്പോഴേക്ക് കാശി അവനെ കൈ ഉയർത്തി തടഞ്ഞു. ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയ് ജോയൽ, കാശി കടുപ്പത്തിൽ പറഞ്ഞു. കാശി, എനിക്ക് കൃഷ്ണയെ ഇഷ്ടമാണ്. എനിക്ക് ഇവളെ വേണം. അത്രയും നേരം പൂച്ചയെപ്പോലെ നിന്ന ജോയൽ പെട്ടെന്ന് പുലിയായി മാറി. അവൻ ഒന്നും ആലോചിക്കാതെ ഗൗരവത്തോടെ തന്നെ കാശിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവൻ പറഞ്ഞു തീർന്ന് കാശിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവന്റെ മറുപടിക്കായി. കാശിയുടെ മുഖം അപ്പോഴും ഗൗരവത്തിലാണ്. അവൻ കൃഷ്ണയെയും ജോയലിനെയും ഒന്ന് നോക്കി. അവർ അവന്റെ മറുപടിക്കായി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. രണ്ടിന്റെയും പേടി നിറഞ്ഞ മുഖം കണ്ട് കാശിക്ക് ചിരി പൊട്ടി. അത് മൂടി വയ്ക്കാൻ പോലും കഴിയാതെ കാശി പൊട്ടിച്ചിരിച്ചുപോയി. അവൻ വയറും പൊത്തി ചിരിക്കാൻ തുടങ്ങി. അതുകണ്ട് ജോയലും കൃഷ്ണയും ജെസ്സിയും ഒന്നും മനസ്സിലാകാതെ വായും പൊളിച്ചു നിന്നുപോയി. എന്റെ പൊന്നു ചോദിച്ചാ, നീ ഇങ്ങനെ വാല് മുറിഞ്ഞു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അയ്യയ്യോ, എനിക്ക് ചിരിക്കാൻ വയ്യേ. കാശി പിന്നെയും ചിരി തുടങ്ങി. കാശി, നീ ഒന്ന് പോടാ. എന്റെ പെങ്ങളെ നിനക്ക് തരാൻ നീ എന്നോട് ചോദിക്കുന്നത് എന്തിനാ? അവൾക്ക് സമ്മതമാണെങ്കിൽ പിന്നെ എന്റെ അഭിപ്രായം എന്തിനാടാ പൊട്ടാ? ഇവളെ ഇഷ്ടമാണെന്ന് പറയാൻ നിനക്ക് എന്തിനാ ഈ വിക്കൽ? എന്തോ പറയാമെന്ന ജോയലിനെ പറഞ്ഞു മുഴുവിക്കാൻ പോലും സമ്മതിക്കാതെ കാശി അവനോട് ചോദിച്ചുകൊണ്ട് അവന്റെ തോളിലൂടെ കൈയിട്ടു. നീ സമ്മതിക്കില്ലെന്ന് കരുതി. നിന്റെ ആക്ടിങ് അങ്ങനെയായിരുന്നല്ലോ, അതുകൊണ്ട്. ജോയൽ ചമ്മിയതുപോലെ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാലും നീ എന്റെ പെങ്ങളെ കയറി ഉമ്മ വെച്ച് കളഞ്ഞല്ലോടാ പുല്ലേ. കാശി അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു. അത് പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ നീ അങ്ങ് ക്ഷമിച്ചേക്കെന്റെ അളിയോ. ജോയൽ അവന്റെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കെഞ്ചി. അത് കണ്ട് കൃഷ്ണയും ജെസ്സിയും ചിരിച്ചു. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? പ്രതീക്ഷിക്കാതെയുള്ള കൃഷ്ണയുടെ ചോദ്യത്തിൽ കാശിയും ജെസ്സിയും ഞെട്ടി. ഞാൻ നിന്നെ തിരക്കി വന്നതാ, ജെസ്സി പെട്ടെന്ന് ചാടിക്കേറി പറഞ്ഞു. അപ്പൊ നീയോ? ജോയൽ കാശിയോട് ചോദിച്ചു. ഞാനൊരു ബുക്ക് എടുക്കാൻ വന്നതാ. അപ്പോഴാ ഇവളെ കണ്ടത്. ഇവളോട് സംസാരിച്ചു നിന്നപ്പോൾ നിങ്ങളെയും. കാശി ഒട്ടും പതറാതെ തന്നെ പറഞ്ഞു. അത് കേട്ട് ജെസ്സി അവനെ കണ്ണു മിഴിച്ചു നോക്കി. കള്ളം തന്നെ, നുണ പറയുന്നതിന് എന്തെങ്കിലും വിക്കലുണ്ടോന്ന് നോക്കിയേ. ജെസ്സി നിന്ന് പെറുപെറുത്തു. എന്നാ വാ, ക്യാനിൽ പോകാം, എനിക്ക് വിശക്കുന്നു. കാശിയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് കൃഷ്ണ മുന്നിൽ നടന്നു. അവർക്ക് പിറകെ ജോയലും ജെസ്സിയും. അവർ പോയത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ മറഞ്ഞു നിന്ന ക്ലാര മുന്നിലേക്ക് ഇറങ്ങി വന്നു. അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. അതിൽ നിന്ന് കണ്ണുനീർ കവിൾത്തടത്തെ നനയിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി തുടങ്ങി. അവൾ മുടിയിഴകളിൽ വിരലുകൾ കോർത്തു വലിച്ചുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. കൃഷ്ണയെ ചുംബിക്കുന്ന ജോയലിന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവളുടെ നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നി ക്ലാരയ്ക്ക്.